ശിവബാലൻ എഴുതി സംവിധാനം ചെയ്ത് ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ അവൈലബിൾ ആയിട്ടുള്ള ബ്ലഡി ബഗർ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് റിവ്യൂ പറയുന്നത്. നമ്മുടെ സഫാരി ചാനലിൽ ജി വേണുഗോപാലൻ എന്ന് പറഞ്ഞൊരു സാറ് വന്നിട്ട് ഇപ്പോ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ലോക്കോ പൈലറ്റ് ആയിട്ട് പെൻഷനായ ആളാണ്. ഈ ട്രെയിനിൽ വരുന്ന 90% യാചകന്മാരും കള്ളന്മാരാണ്. അവർ ദിവസവും 10,000-കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ട്രെയിനിൽ വരുന്ന യാചകരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാനേ പോകരുതെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഈ സിനിമ ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കും അതാണ് മനസ്സിലേക്ക് വന്നത്. അതായത് യാചകന്മാര് അവര് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളായിട്ട് അവർ അഭിനയിക്കുകയാണ്. അങ്ങനെ നമുക്ക് തുടക്കത്തിൽ തോന്നി. അങ്ങനെയുള്ള ബഗേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പിന്നീട് സിനിമയിൽ ഒരു കണക്ഷൻ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയില് ഈ കെവിൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, ഒരു ആക്ടറാണ് ഇതിനകത്ത് ബെഗറായിട്ട് വന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഇമോഷണൽ സീൻസ് ഒക്കെ അതൊരു ബെഗറിന്റെ പോലെ തന്നെ അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുട്ടിയുണ്ട്. അതുപോലെ നമ്മുടെ അനാർക്കലി നാസർ, സുനിൽ സുഗത, മലയാളിയാണ് സുനിൽ സുഗത അദ്ദേഹം. അതുപോലെ കിങ്സ്ലി എന്ന് പറഞ്ഞ ഒരാള് നമ്മള് തമിഴ് സിനിമയിൽ ചിലപ്പോൾ കാണാറുണ്ട്. ഇവരൊക്കെ കുറച്ച് കഥാപാത്രമേ ഉള്ളൂ, പക്ഷെ ഇവരൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ, സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇദ്ദേഹം ഒരു ബംഗ്ലാവിൽ എത്തിച്ചേരുകയാണ്. ആ ബംഗ്ലാവിൽ നടക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് പറയുന്നത്. എന്താണെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ബ്ലാക്ക് ഹ്യൂമർ, ബ്ലാക്ക് കോമഡി തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇമോഷണൽ സീൻസ് ഒക്കെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. ഈ ബ്ലാക്ക് കോമഡി ചിലയിടത്തൊക്കെ പോയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലെ അത്രയൊന്നും എത്തിയിട്ടില്ല ഈ സിനിമ. എങ്കിലും നിങ്ങൾക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഇമോഷണലി രംഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ത്രില്ലിംഗ് മൊമെന്റ്സ് സിനിമയ്ക്ക് സമ്മാനിച്ചിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ പ്രേക്ഷകർ ഏറ്റെടുത്തേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറി ലൈനൊക്കെ ആയിരുന്നു. ഒരു വേറിട്ട ഒരു അനുഭവം, വേറിട്ടൊരു കഥയായിരുന്നു. ആ ജേണറിൽ ഇങ്ങനെ അധികം സിനിമകളൊന്നും നമ്മൾ തമിഴ് സിനിമയിലൊന്നും കണ്ടിട്ടില്ല, മലയാളത്തിലും കണ്ടിട്ടില്ല. ഒരു കാറ്റഗറി, നല്ലൊരു സ്റ്റോറി ലൈൻ. കുറച്ചുകൂടെ മികച്ച് അവർക്ക് എടുക്കാമായിരുന്നു. മേക്കിംഗ് കുറച്ചുകൂടെ നന്നാക്കുമായിരുന്നു എനിക്ക് തോന്നി. എങ്കിലും ഒരു ആവറേജ് അനുഭവം, ഒരു 10-ൽ ഒരു 6 മാർക്ക് കൊടുക്കാവുന്ന സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അനുഭവം ആയിരിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ആമസോൺ പ്രൈമിൽ സമയമുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന സിനിമ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുമെന്ന് കരുതുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.